ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. നീലഗിരി ഗൂഡല്ലൂരിൽ കാട്ടാന ആക്രമണത്തിൽ വൃദ്ധ കൊല്ലപ്പെട്ടു. അയ്യംകൊല്ലി മുരിക്കുംപാടി മാടസ്വാമിയുടെ ഭാര്യ നാഗമ്മാളാണ് മരിച്ചത്. വീടിന് സമീപത്ത് നിൽക്കുമ്പോഴാണ് കാട്ടാന ആക്രമിച്ചത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. സുർജിത്ത്, ഈ മേഖലയിൽ നേരത്തെയും കാട്ടാന ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അവിടെ എനിക്ക് തോന്നുന്നു അവിടെ മരണവും ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. എന്താണ് ഇപ്പോൾ കിട്ടിയ മറ്റു വിശദാംശങ്ങൾ? വിജയകുമാർ, ഇന്ന് വൈകിട്ട് 5:30 കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അയ്യങ്കൊല്ലി മുരിക്കുംപാടി മാടസ്വാമിയുടെ ഭാര്യ നാഗമ്മാൾ ആണ് മരിച്ചത്. 73 വയസ്സായിരുന്നു. ഇന്ന് വൈകിട്ട് ആയിരുന്നു ഈ സംഭവം ഉണ്ടായത്. വീടിന് സമീപത്തായിരുന്നു കാട്ടാനയുടെ ആക്രമണം. ഗുരുതരമായ പരിക്കേറ്റ നാഗമ്മാളിനെ ഉടൻ തന്നെ പന്തല്ലൂരിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അല്പസമയം മുമ്പാണ് മരണം സ്ഥിരീകരിച്ചത്. നേരത്തെയും സമാനമായ രീതിയിൽ തന്നെ കാട്ടാന ആക്രമണങ്ങൾ തുടർച്ചയായ പ്രദേശമാണിത്. പ്രത്യേകിച്ച് ഈ നീലഗിരി മലനിരകളോട് ഭാഗമായിട്ടുള്ള പ്രദേശമാണ് ഈ അയ്യങ്കൊല്ലി എന്ന് പറയുന്നത്. അതായത് വയനാടിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തി പ്രദേശമാണ് ഈ മേഖല. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന എസ്റ്റേറ്റുകളും മറ്റും നിറഞ്ഞ ഒരു മേഖലയാണ്. ടീ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ളവ ഉള്ള മേഖലയാണ്, കാർഷിക മേഖലയാണ്. ഇവിടെയാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാവുന്നത്. നിരന്തരം കാട്ടാനകളുടെ ഭീഷണി ഈ പ്രദേശത്തുണ്ട്. നേരത്തെയും സമാനമായ രീതിയിൽ തന്നെ കാട്ടാന ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രദേശമാണ്. ഇവിടെയാണ് ഇങ്ങനെ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നത്. വിജയകുമാർ, ഇതിലും സുർജിത്ത്, കേരള തമിഴ്നാട് വനം വകുപ്പുകളുടെ സംയുക്ത പരിശോധനയൊക്കെയാണല്ലോ ഇവിടെ നടക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്താൻ സമയമായിട്ടുണ്ടോ? അക്കാര്യത്തിൽ ഈ അക്രമകാരിയായ ആന അത് അവിടെ തന്നെ തുടരുകയാണോ? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? തമിഴ്നാടിന്റെ ഭാഗമായ പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരോട് എത്തേണ്ട സാഹചര്യമില്ല. തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉടൻ തന്നെ ഈ തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തതാണ്. കാട്ടാനയെ വനത്തിലേക്ക് തുരത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള തരത്തിലുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്നത്. എന്തായാലും അതിദാരുണമായ സംഭവമാണ് വീണ്ടും ആ മേഖലയിൽ ആവർത്തിക്കുന്നത്. കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. മുരിക്കുംപടി മാടസ്വാമിയുടെ ഭാര്യ നാഗമ്മാളാണ് കൊല്ലപ്പെട്ടത്. അയ്യകൊല്ലി എന്ന് പറയുന്ന പ്രദേശം തന്നെ ഇത്തരത്തിൽ വനമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലയാണ്. ഇവിടെയാണ് ഇങ്ങനെ ഒരു കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.